തീർച്ചയായും ഭീകരവാദത്തെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യുക എന്നത് എത്രമാത്രം ശ്രമകരമായ ദൗത്യമാണ് എന്നത് നമുക്കറിയാവുന്നതാണ്. സനന്ദ്, ഇപ്പോൾ ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് സമാധാനമാണ്, UN ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ 8 യുദ്ധം അവസാനിപ്പിച്ച് UN പിരിച്ചുവിടുക ആണ് വേണ്ടത്, അതിന് ചെലവാക്കുന്ന പണമൊക്കെ വേസ്റ്റാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതേ ട്രംപ് 8 യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപ് ഇനി അടുത്തതായി എനിക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിലും പ്രശ്നങ്ങൾ തീർക്കാനുണ്ട് എന്ന് പറയുന്ന ട്രംപാണ് യുക്രൈന് ടോം ഹോക്ക് മിസൈൽസ്, ദീർഘദൂര മിസൈൽ തരും, റഷ്യ ഒരു വിധത്തിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അതുകൊണ്ട് കൂടുതൽ ആയുധങ്ങൾ, ദീർഘദൂര മിസൈലുകൾ യുക്രൈന് നൽകാൻ പോവുകയാണ് എന്നുകൂടി പറയുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് തന്നെയാണ് മറ്റൊരു ഭാഗത്ത് യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകി റഷ്യയെ പോലെ ഒരു രാജ്യത്തെ ഇനിയും നേരിടാൻ തള്ളിവിടുന്നത്. തീർച്ചയായും ട്രംപിന്റെ നയങ്ങൾ നമുക്കൊരു കാലത്തും, ട്രംപ് എല്ലാ കാലത്തും സമാധാനത്തിനായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നോ, 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതുകൊണ്ട് അടുത്ത നോബൽ സമ്മാനം തീർച്ചയായും ട്രംപിന് തന്നെ കൊടുക്കണം എന്നാവശ്യപ്പെടുമോ, അതൊക്കെ ഒരു തരത്തിലുള്ള അനാവശ്യമായ ചർച്ചകളാണ്. അടിസ്ഥാനപരമായിട്ട് അമേരിക്കയുടെ വിദേശ നയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് പണ്ട് മുതലേ ഇത്തരത്തിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. ഒരേ സമയം തന്നെ അവർക്ക് അനുകൂലമായ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ശീതയുദ്ധത്തിന്റെ ഭാഗമായി ചില രാഷ്ട്രങ്ങൾക്ക് ആയുധങ്ങൾ കൊടുക്കുകയും അവിടെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മറ്റു രാജ്യങ്ങൾ അതുപോലെ തന്നെയുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങളുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു പൊതുവായ കാഴ്ചയാണ്. അത് പുതിയതായിട്ടുള്ള ഒരു കാഴ്ചയല്ല. ഇവിടെ ട്രംപിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഉക്രൈൻ യുദ്ധം ഒരാഴ്ചക്കകത്ത് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലേറുന്നത് തന്നെ. ട്രംപിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാവുന്നു. റഷ്യയുമായിട്ട് പിന്നീട് സൗഹൃദത്തിലേക്ക് പോകുന്നു. ഒരുപക്ഷെ അടുത്ത കാലത്ത് ഒന്നുമില്ലാത്ത രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിക്കുന്നു, അലാസ്കയിലേക്ക് സംസാരിക്കുന്നു. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നയവ്യതിയാനങ്ങൾ നടന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതേസമയം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന ഗസ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എത്രയുണ്ട് എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ സ്റ്റിൽ എളുപ്പത്തിൽ അദ്ദേഹത്തിന് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് ഇത്. ഇവിടെയും ഇപ്പൊ സംഭവിച്ചത് അത് തന്നെയാണ് ഗസയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ട്രംപ് കൃത്യമായിട്ട് അവകാശപ്പെടുന്നു. പക്ഷെ ഈ വിഷയത്തിൽ ട്രംപിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. തീർച്ചയായും ട്രംപിന്റെ സജീവമായ ഇടപെടലുണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ജോ ബൈഡന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹമായിരുന്നല്ലോ ഈ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജോ ബൈഡനെ ഒരു പരിധിക്ക് വിട്ടുകൊണ്ട് നെതന്യാഹുവിനെ ഈ വിഷയത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ജോ ബൈഡനെ വിശ്വസിക്കാത്ത നെതന്യാഹു ട്രംപിനെ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വസിപ്പിക്കാനായിട്ട് ട്രംപിന് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നെതന്യാഹുവിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഉറപ്പുകളാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം തന്നെ അദ്ദേഹം ഭീഷണിയോ അല്ലെങ്കിൽ സമ്മർദ്ദമോ ഒക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അറബ് രാഷ്ട്രങ്ങളെ കൂടെ നിർത്താനായി, അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പൊ ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേലിന്റെ ഒരുപക്ഷെ ഈ ഒരു ആക്രമണത്തിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും മാറി നിൽക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും തിരിച്ചടിയായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഖത്തറിലുള്ള ഹമാസിന്റെ നേതാക്കളെ വധിക്കാനായിട്ടുള്ള ശ്രമം പരാജയപ്പെട്ടെങ്കിലും അത് ഒരു തരത്തിൽ വലിയ രീതിയിൽ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേലിനുള്ള ഒരു അവമതിപ്പ് ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ വിഷയത്തെ ഒരുപക്ഷെ കൂടുതൽ ഡാമേജിലേക്ക് പോകാതെ തന്നെ ഇസ്രായേൽ രക്ഷിച്ചെടുക്കാനായിട്ട് ട്രംപിന് സാധിച്ചു. ട്രംപ് അവിടെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, അതായത് നെതന്യാഹുവിനെ കൊണ്ട് നിർബന്ധിച്ചാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. പക്ഷേ ഫോണിൽ വിളിച്ചുകൊണ്ട് ഖത്തറിന്റെ അമീറിനെ കൊണ്ട് അത് മാപ്പ് പറയിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഒരുപക്ഷെ ഓഫ് ദ ട്രാക്ക് ഇറങ്ങി കളിച്ചിട്ടുള്ള ഇസ്രായേലിനെ തിരിച്ച് ഖത്തറിനൊപ്പം എത്തിക്കാൻ സാധിക്കുകയും ആ ഖത്തറിനെയും ഈജിപ്തിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ടർക്കിയെ ഒക്കെ കൂട്ടിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് വരികയും ഹമാസിന്റെ നേതാക്കളെ സംഘടിപ്പിക്കുകയും അത് പിന്നീട് 20 പദ്ധതിയിലേക്ക് വരികയും അത് ഒരു ഘട്ടത്തിലേക്ക്, അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമാധാനം അല്ലെങ്കിൽ താൽക്കാലികമായി ബന്ദികളെ മോചിപ്പിക്കുന്നതിലും വെടിനിർത്തലിലേക്കും എത്തി എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ട്രംപ് കേവലം ഇടവായനല്ല എന്ന് തന്നെയാണ് എനിക്കും അഭിപ്രായം. അതിനർത്ഥം ട്രംപ് ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും ജനുവിനാണെന്നോ അദ്ദേഹം ഒരു ലോക സമാധാനത്തിനായി നിൽക്കുന്ന നെൽസൺ മണ്ടേലയെ പോലെയുള്ള അടുത്ത സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനാണോ എന്നൊന്നുമല്ല. പക്ഷെ ഈ വിഷയത്തിൽ ഒരുപക്ഷെ നമ്മൾ ചരിത്രം വരും കാലങ്ങളിൽ വിലയിരുത്തുമ്പോൾ ട്രംപിന്റെ ഒരു പക്ഷേ പോസിറ്റീവായി കാണാവുന്ന ഒരു വിഷയമാണ് ഇപ്പൊ സംഭവിച്ചെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. വൈറ്റ് ഹൗസിൽ വന്നിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഇസ്രയേലിന് ഏറ്റവും അധികം സഹായം ചെയ്ത വ്യക്തിയാണ് ട്രംപ് എന്നാണ് നെതന്യാഹു ഇന്ന് അഭിപ്രായപ്പെട്ടത്. അത് യുദ്ധത്തിൽ ഉൾപ്പെടെ നൽകിയ സഹായം പറഞ്ഞുകൊണ്ടാണ്. 67,000-ത്തിലധികം മനുഷ്യരാണ് അവിടെ കൊന്നു തള്ളപ്പെട്ടത്. അവിടെ മരിച്ചു വീണ കുഞ്ഞുങ്ങൾ 23,000-ത്തിലധികമാണ്.
പട്ടിണി കിടന്ന് മരിച്ച കുഞ്ഞുങ്ങൾ വരെയുണ്ട്. ആശുപത്രികൾക്കും അതുപോലെയുള്ള എയ്ഡ് സെൻ്ററുകൾക്കും നേരെയാണ് കൂടുതൽ ആക്രമണം നടന്നത്. അതിനൊക്കെയും നൽകിയ പിന്തുണയ്ക്കാണ് നെതന്യാഹു ട്രംപിന് നന്ദി പറയുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.